get ready with me for my last exam. ഓക്കെ, അപ്പോൾ ആദ്യം പോയി കുളിക്കണം ലാസ്റ്റ് എക്സാം. ഓക്കെ, അപ്പം ഞാനിതാ ഡ്രസ് ഇട്ടു. കൊള്ളാലേ. അപ്പം ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കലാപരിപാടികൾ ആരംഭിക്കാം. എല്ലാവരെയും പോലെ ഫസ്റ്റ് ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ ഇങ്ങനെ കുത്തായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമുക്ക് കൈകൊണ്ടൊന്ന് സൺസ്ക്രീൻ. മഴയത്താണെങ്കിലും വെയിലത്താണെങ്കിലും രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലും നമ്മൾ ഇടേണ്ട സാധനമാണ് സൺസ്ക്രീൻ എന്ന് കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇത് നമ്മൾ കുറേ ഇടണം. മോയ്സ്ചറൈസർ നമ്മൾ കുത്തായിട്ടിട്ടെങ്കിൽ സൺസ്ക്രീൻ നമുക്ക് വരച്ചിടാം. എക്സാമിന് പോവല്ലേ, ഒരു കുറവും വേണ്ട. ഇനി കുറച്ച് പൗഡർ ഇടാം. എനിക്ക് പൗഡർ ഇട്ടില്ലെങ്കിൽ എനിക്കെന്തോ ഭയങ്കര വിഷമമാണ്. പൗഡർ നമുക്ക് ഇടരുത് എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാനിടാം. ഞാൻ പറഞ്ഞില്ല, എനിക്കിതിട്ടില്ലെങ്കിൽ ഒരു തൃപ്തി വരത്തില്ല. അത് ഇങ്ങനെ തന്നെ ഇടണം. ഓക്കെ, അപ്പം പൗഡർ ഇട്ട് ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. കുറച്ച് ലിപ് ബാം ഇടാം. ലിപ്സ്റ്റിക് ക്യൂട്ട് ലിപ്സ്റ്റിക് എനിക്കിതിനെ ഭയങ്കര ഇഷ്ടം. ഞാൻ ഇങ്ങനെ നല്ല കുഞ്ഞുങ്ങളെ പോലെ എനിക്ക് തോന്നുന്നത് കാണുമ്പോൾ. ഓക്കെ, അപ്പം അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കത് മുടി കെട്ടണോ അയച്ചിടണോ എന്നായിരിക്കും. നിങ്ങൾ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ? അത് മരം മുറിക്കുന്ന സൗണ്ട്. സോറി ഫോർ ദാറ്റ്. ഞാൻ റെഡി, സെറ്റല്ലേ. ഇനി നമുക്ക് ഒരു ബുച്ചിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് ലുക്കിന് കുറവൊന്നും വരത്തില്ല. നമുക്ക് എൻ്റെ കണ്ണാടി കൂടെ എടുക്കാം. എനിക്ക് കണ്ണ് കാണത്തില്ല. അപ്പോൾ ഇതാണ് എൻ്റെ എക്സാം ലുക്ക്. ഞാൻ പോയി ഇനി എക്സാം അടിച്ച് പഠിച്ച് എഴുതിയിട്ടില്ല. കുറച്ച് ചുളുക്കൊക്കെ ഉണ്ട് ഗൈസ്, ചുളുക്കുണ്ട്. കണ്ണാടി വെച്ചപ്പോഴാണ് ഇപ്പോൾ ചുളുക്ക് കണ്ടത്. ഇത് താഴെ പോയിട്ടൊന്ന് തേച്ചിട്ട് വേണം എനിക്കിടാൻ. അപ്പം എൻ്റെ ലുക്ക് എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇതൊന്നും തേച്ചിട്ടൊന്നും വേണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയി എക്സാം പഠിച്ചിട്ട് വരാം.